भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ഏകാദശസ്കന്ധ അധ പഞ്ചമോധ്യായ. രാജോവാച ഭഗവന്തം ഹരിം പ്രായോ ന ഭജന്ത്യാത്മവിത്തമാം തേഷാമശാന്തകാമാനാം കാ നിഷ്ഠാ വിജിതാത്മനാം. ചമസ ഉവാച മുഖബാഹൂരുപാദേഭ്യ പുരുഷസ്യാശ്രമൈ സഹ ചത്വാരോ ജജ്ഞിരേ വർണ്ണാ ഗുണൈർവിപ്രാദയ പൃഥക്. യേഷാം പുരുഷം സാക്ഷാദാത്മപ്രഭവമീശ്വരം ന ഭജന്ത്യവജാനന്തി സ്ഥാനാത് ഭ്രഷ്ടാ പതന്ത്യഥാ. ദൂരേ ഹരികഥാ കേചിൽ ദൂരേ ചാച്യുതകീർത്തനാ. സ്ത്രിയശൂദ്രാദയശ്ചൈവ തേനുഗമ്പ്യാഭവാദൃശാം. വിപ്രോ രാജന്യവൈശ്യൗ ച ഹരേ പ്രാപ്താ പദാന്തികം. ശ്രൗതേന ജന്മനാഥാപി മുഹ്യന്ത്യാംനായവാദിന. കർമ്മണ്യകോവിദാ സ്തബ്ധാ മൂർഖാ പണ്ഡിതമാനിന. വദന്തി ചാടുകാൻ മൂഢാ യയാമാധ്യാഗിരോത്സുകാ. രജസാ ഘോരസങ്കൽപ്പാ കാമുകാ അഹിമന്യവ. ദാംഭികാ മാനിന പാപാ വിഹസന്ത്യച്യുതപ്രിയാൻ. വദന്തി തേന്യോന്യമുപാസിത സ്ത്രിയോ ഗൃഹേഷു മൈഥുന്യപരേഷു ചാശിഷ. യജന്ത്യ സൃഷ്ടാന്ന വിധാന ദക്ഷിണം വൃത്യൈ പരം ഘ്നന്തി പശൂന തദ്വിദ. ശ്രിയാ വിഭൂത്യാഭിജനേന വിദ്യയാ ത്യാഗേന രൂപേണ ബലേന കർമ്മണ. ജാതസ്മയേന അന്ധധിയ സഹേശ്വരാൻ സതോവമന്യന്തി ഹരിപ്രിയാൻ ഖലാം. സർവേഷു ശശ്വത്തനുഭൃത്സ്വസ്ഥിതം യഥാഘമാത്മാനമഭീഷ്ടമീശ്വരം. വേദോപഗീതം ച ന ശൃണ്വതോ ബുധാ മനോരഥാനാം പ്രവദന്തി വാർത്തയാ. ലോകേ വ്യവായാമിഷമദ്യ സേവാ നിത്യാസ്തു ജന്തോർനഹി തത്ര ചോദന. വ്യവസ്ഥിതിസ്തേഷു വിവാഹയജ്ഞസുരാഗ്രഹൈരാസു നിവൃത്തിരിഷ്ടാ. ധനം ച ധർമ്മൈകഫലം യതോ വൈ ജ്ഞാനം സ വിജ്ഞാനമനുപ്രശാന്തി. ഗൃഹേഷു യുഞ്ജന്തി കളേബരസ്യ മൃത്യും ന പശ്യന്തി ദുരന്തവീര്യം. യദ്ഘ്രാണഭക്ഷോ വിഹിതസുരായാസ്തഥാ പശോരാലഭനം ന ഹിംസ. ഏവം വ്യവായ പ്രജയാ നരത്യ ഇമം വിശുദ്ധം ന വിദു സ്വധർമ്മം. യേ ത്വനേവം വിദോ സന്തസ്തബ്ധാ സദഭിമാനിന. പശൂൻ ദ്രുഹ്യന്തി വിസ്രബ്ധാ പ്രേത്യ ഘാദന്തി തേ ച താൻ. ദ്വിഷന്ത പരകായേഷു സ്വാത്മാനം ഹരിമീശ്വരം. മൃതകേ സാനുബന്ധേസ്മിൻ
ബദ്ധസ്നേഹാ പതന്ത്യഥാ യേ കൈവല്യമസംപ്രാപ്താ യേ ചാതീതാശ്ച മൂഢതാം ത്രൈവർഗികാ ഹ്യക്ഷണികാ ഹ്യാത്മാനം ഘാതയന്തി തേ ഏത ആത്മഹനോശാന്താ ജ്ഞാനേ ജ്ഞാനമാനിന സീദന്ത്യകൃതകൃത്യാ വൈ കാലധ്വസ്തമനോരഥാ ഹിത്വാത്യായാസരചിതഗൃഹാപത്യസുഹൃശ്രിയ തമോ വിശന്ത്യനിച്ഛന്തോ വാസുദേവ പരാങ്മുഖാം. രാജോവാച കസ്മിൻ കാലേ സ ഭഗവാൻ കിം വർണ്ണ കീദൃശോ നൃഭി നാംനാ വാകേന വിധിനാ പൂജ്യത്തെ തദിഹോച്യതാം. കരഭാജന ഉവാച കൃതം ത്രേതാദ്വാപരം ച കലിരിത്യേഷു കേശവ ജ്ഞാനാവർണാഭിധാകാരോ ജ്ഞാനൈവ വിധിനേജ്യത്തെ. കൃതേ ശുക്ലശ്ചതുർബാഹുർജടിലോ വൽക്കലാംബര കൃഷ്ണാജിനോപവീതാക്ഷാൻ ബിഭ്രദ്ദണ്ഡകമണ്ഡലു മനുഷ്യാസ്തു തദാ ശാന്താ നിർവൈരാ സുഹൃദസമാം യജന്തി തപസാ ദേവം ശമേന ച ദമേന ച ഹംസസുപർണോ വൈകുണ്ഠോ ധർമ്മോ യോഗേശ്വരോമല ഈശ്വര പുരുഷോ വ്യക്ത പരമാത്മേതി ഗീയത്തെ. ത്രേതായാം രക്തവർണോസൗ ചതുർബാഹുസ്ത്രിമേഖല ഹിരണ്യകേശസ്ത്രയ്യാത്മാ സൃക്സ്രുവാദ്യുപലക്ഷണ തം തദാ മനുജാദേവം സർവദേവമയം ഹരിം യജന്തി വിദ്യയാത്രയ്യാ ധർമ്മിഷ്ഠാ ബ്രഹ്മവാദിന. വിഷ്ണുർയജ്ഞപൃശ്നിഗർഭ സർവദേവ ഉരുക്രമ വൃഷാകബിർജയന്തശ്ച ഉരുഗായ ഇതീര്യത്തെ. ദ്വാപരേ ഭഗവാൻ ശ്യാമ പീതവാസാ നിജായുധ ശ്രീവത്സാദിഭിരംഗൈശ്ച ലക്ഷണൈരുപലക്ഷിത. തം തദാ പുരുഷം മർത്യാ മഹാരാജോപലക്ഷണം യജന്തി വേദതന്ത്രാഭ്യാം പരം ജിജ്ഞാസവോ നൃപ. നമസ്തേ വാസുദേവായ നമഃ സംഘർഷണായ ച പ്രദ്യുമ്നായ നിരുദ്ധായ തുഭ്യം ഭഗവതേ നമഃ. നാരായണായ ഋഷയേ പുരുഷായ മഹാത്മനെ വിശ്വേശ്വരായ വിശ്വായ സർവഭൂതാത്മനെ നമഃ. ഇതി ദ്വാപര ഉർവീഷാ സ്തുവന്തി ജഗദീശ്വരം. നാനാതന്ത്രവിധാനേന കലാവപി യഥാശൃണു കൃഷ്ണവർണം തുഷാകൃഷ്ണം സാംഗോപാംഗാസ്ത്രപാർഷദം യജ്ഞൈ സങ്കീർത്തനപ്രായൈർയജന്തി ഹി സുമേധസാ. ധ്യേയം സദാ പരിഭവഘ്നമഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ചിനുതം ശരണ്യം ഭൃത്യാർത്തിഹം പ്രണതപാലഭവാബ്ധിപോതം. വന്ദേ മഹാപുരുഷ തേ ചരണാരവിന്ദം ത്യക്ത്വാ സുദുസ്ത്യജ സുരേപ്സിതരാജ്യലക്ഷ്മിം ധർമ്മിഷ്ഠാര്യവചസാ യദഗാദരണ്യം മായാമൃഗം ദയതയേപ്സിതമന്വധാവൽ. വന്ദേ മഹാപുരുഷ തേ ചരണാരവിന്ദം. ഏവം യുഗാനുരൂപാഭ്യാം ഭഗവാൻ യുഗവർത്തിഭിः മനുജൈരുജ്യത്തെ രാജൻ ശ്രേയസാമീശ്വരോ ഹരി. കലിം സഭാജയന്ത്യാര്യാ ഗുണജ്ഞാസാരഭാഗിന യത്ര സങ്കീർത്തനേനൈവ സർവസ്വാർത്ഥോഭിലഭ്യത്തെ. നഹ്യതഃ പരമോ ലാഭോ ദേഹിനാം ഭ്രാമ്യതാമിഹ യതോ വിന്ദേത പരമാം ശാന്തിം നശ്യതി സംസൃതി. കൃതാദിഷു പ്രജാരാജൻ കലാവിച്ഛന്തി സംഭവം കലൗ ഖലു ഭവിഷ്യന്തി നാരായണപരായണ. ക്വചിൽ ക്വചിൻ മഹാരാജ ദ്രവിഡേഷു ച ഭൂരിശ താമ്രപർണീ നദീയത്ര കൃതമാലാ പയസ്വിനി കാവേരീ ച മഹാപുണ്യാ പ്രതീചീ ച മഹാനദീ. യേ പിബന്തി ജലം താസാം മനുജാ മനുജേശ്വര പ്രായോ ഭക്താ ഭവിഷ്യന്തി വാസുദേവേ അമലാശയാം. ദേവർഷിഭൂതാപ്തനൃണാം പിതॄണാം ന കിങ്കരോ നായമൃണീ ച രാജൻ സർവാത്മനായ ശരണം ശരണ്യം ഗതോ മുകുന്ദം പരിഹൃത്യ കർത്തം. സ്വപാദമൂലം ഭജത പ്രിയസ്യ ത്യക്താന്യഭാവസ്യ ഹരിപരേശ. വികർമ്മയച്ചോൽപതിതം കഥഞ്ചിൽ ധുനോതി സർവം ഹൃദി സന്നിവിഷ്ട. നാരദ ഉവാച ധർമാൻ ഭാഗവതാനിദ്ധം ശ്രുത്വാഥ മിഥിലേശ്വര. ജായന്തേയാൻ മുനീൻ പ്രീത സോപാധ്യായോ ഹ്യപൂജയത്. തതോന്തർദധിരേ സിദ്ധാ സർവലോകസ്യ പശ്യത. രാജാ ധർമാനുപാതിഷ്ഠന്നവാപ പരമാം ഗതിം. ത്വമപ്യേതാൻ മഹാഭാഗാ ധർമാൻ ഭാഗവതാൻ ശ്രുതാൻ ആസ്ഥിതശ്രദ്ധയാ യുക്തോ നിസ്സംഗോ യാസ്യസേ പരം.
യുവയോ ഖലു ദമ്പത്യോർയശസാ പൂരിതം ജഗത് പുത്രതാമഗമൽ യദ്വാം ഭഗവാനീശ്വരോ ഹരി ദർശനാലിംഗനാലാപൈ ശയനാസനഭോജനൈ ആത്മാവാം പാവിതകൃഷ്ണേ പുത്രസ്നേഹം പ്രകുർവതോ വൈരേണയം നൃപതയ ശിശുപാലപൗണ്ഡ്രശാല്വാദയോ ഗതിവിലാസവിലോകനാദ്യൈ ധ്യായന്ത ആകൃതധിയ ശയനാസനാദൗ തത്സാമ്യമാപുരനുരക്തധിയാം പുനഃ കിം മാപത്യബുദ്ധിമകൃധ കൃഷ്ണേ സർവാത്മനീശ്വരേ മായാമനുഷ്യഭാവേന ഗൂഢൈശ്വര്യേ പരവ്യയേ ഭൂഭാരാസുരരാജന്യ ഹന്തവേ ഗുപ്തയേ സതാം അവതീർണസ്യ നിർവൃത്यै യശോ ലോകേ വിതന്യത്തെ. ശ്രീശുക ഉവാച ഏതൽ ശ്രുത്വാ മഹാഭാഗോ വസുദേവോതി വിസ്മിത ദേവകീ ച മഹാഭാഗാ ജഹതുർമോഹമാത്മന ഇതിഹാസമിമം പുണ്യം ധാരയേല്യഃ സമാഹിത സ വിധൂയേഹ ശമലം ബ്രഹ്മഭൂയായ കൽപ്പത്തെ. ശ്രീഹരേ നമ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ പ്രതിയുഗപൂജാവിധാനവർണ്ണനം നാമ പഞ്ചമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖിലലോക ഗുരുവായ ഗുരുവായൂരപ്പൻ്റെ അനൽപമായ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 761 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഇന്ന് അധ്യാപക ദിനവും അതേപോലെ ചിങ്ങമാസത്തിലെ ഓണത്തിന് മുന്നോടിയായിട്ടുള്ള അത്തം എന്ന ആ ധന്യ ദിവസം കൂടിയാണ്. അതുകൊണ്ടാണ് അധ്യാപകരെ മുഴുവൻ സ്മരിച്ചും കൊണ്ട് ഇന്ന് ഭാഗവതം ആരംഭിക്കുന്നത്. ഇവിടെ സെപ്റ്റംബർ 5 ഏകാദശ സ്കന്ധത്തിലെ 5ാമത്തെ അധ്യായമാണ് ഇവിടെ ഇന്ന് പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ഇവിടെ ഭഗവത് ഭക്തിയില്ലാതെ വിഷയസുഖാനുഭവത്തിൽ എപ്പോഴും മനസ്സുവെക്കുന്ന ആളുകൾക്കുള്ള ദുർഗതിയെ, ഓരോ യുഗത്തിലും ചെയ്യേണ്ടതായിട്ടുള്ള പൂജാക്രമത്തെ ഒക്കെയാണ് 5ാമത്തെ അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. അവിടെ നിമി മഹാരാജാവിൻ്റെ ചോദ്യം, ഭഗവന്തം ഹരിം പ്രായോന ഭജന്തി ആത്മവിത്തമാ തേഷാമശാന്തകാമാനാം കാ നിഷ്ഠാവിജിതാത്മനാം. ആത്മവിത്തമാ, ആത്മജ്ഞാനികളിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളവരെ, പ്രായേണ ഭഗവന്തം ഹരിം, ഭഗവാനായ ശ്രീഹരിയെ ന ഭജന്തി, ജനങ്ങൾ ഭജിക്കില്ല. അവിജിതാത്മനാം, മനസ്സിനെ സ്വാധീനപ്പെടുത്താതെയും അശാന്തകാമാനാം, കാമാതിവൃത്തികൾ കൊണ്ട് അശാന്തിയുള്ളവരും ആയിരിക്കുന്ന അവരുടെ തേഷാം നിഷ്ഠ, അവരുടെ സ്ഥിതി എന്താണ് എന്ന് ചോദിക്കുകയാണ്. 4ാമത്തെ അധ്യായത്തിൽ മായയെ എങ്ങനെ ജയിക്കാം, അതിനുള്ള വഴി, അതേപോലെ തന്നെ മായയെ ജയിക്കാൻ അവതാരമൂർത്തികൾ ഇന്നത് എന്നൊക്കെ പറഞ്ഞു വെച്ചു. അപ്പോൾ ഭക്തിയില്ലാത്ത ആളുകൾ ഈ ഇഹത്തിലെ സുഖത്തിനു വേണ്ടി കർമ്മം ചെയ്യുന്നുവെങ്കിലും അവർക്ക് സുഖമുണ്ടാവുന്നില്ല. സുഖായ കർമാണി കരോതി ലോകഃ, ലോകം മുഴുവൻ സുഖം ഉണ്ടാവണമെന്ന് വിചാരിച്ച് കർമ്മം ചെയ്യണു. ഇവിടെ ഭക്തിഹീനർക്ക് ഉണ്ടാകുന്ന ഫല വൈപരീത്യത്തെ, ആ സ്വഭാവ വിശേഷത്തെ അറിയാൻ വേണ്ടി രാജാവ് ചോദിക്കുകയാണ്, ഇവര് എത്രയും യോഗ്യന്മാരുമാണ്, ആത്മജ്ഞാനികളിൽ അതിശ്രേഷ്ഠന്മാര് എന്നാണ് അവരെ സംബോധന ചെയ്തത് തന്നെ. ആത്മവിത്തമ എന്ന് വിളിക്കുന്നു. അപ്പൊ ഇവിടെ ഭഗവാനെ ആരാണോ ഭജിക്കാത്തത് അവർക്ക് എന്താണ് അവസ്ഥ? ഭജിക്കുന്നവരുടെ പാപത്തെ നശിപ്പിക്കുന്നവനാണ് ഹരി. ആ ഹരിയെ ഭജിക്കാതിരുന്നാൽ എന്തൊക്കെ സംഭവിക്കും? അവർക്ക് എന്ത് ഫലമാണ് കിട്ടുക? വിഷയസുഖങ്ങളിലുള്ള ആഗ്രഹവും അതിനനുസരിച്ച് പ്രവൃത്തിയും അത് ശമിക്കുമ്പോഴേ ഭഗവത് ഭക്തി ഉണ്ടാവുള്ളൂ
എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ദ്രിയങ്ങളെയും അന്ധകരണത്തെയും വിവേകം കൊണ്ട് സ്വാധീനപ്പെടുത്താത്ത ആളുകൾക്ക് വിഷയങ്ങളിൽ, ആഗ്രഹങ്ങളിൽ ആശ തീരില്ല. അപ്പൊ ലോകത്തിൽ ഇങ്ങനെയുള്ള ആളുകളാണല്ലോ കൂടുതൽ. ഭക്തന്മാര് അതിദുർലഭമാണ്. ഭജിക്കാത്തവർക്ക് മുക്തിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവർക്ക് മുക്തി കിട്ടിയില്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ചമസൻ എന്ന യോഗീശ്വരൻ അതിന് മറുപടി പറയുകയാണ്. മുഖബാഹൂരു പാദേഭ്യ പുരുഷസ്യാശ്രമൈ സഹ ചത്വാരോ ജജ്ഞിരേ വർണ്ണാഹ ഗുണൈർ വിപ്രാദയ പൃഥക്. പുരുഷസ്യ, വിരാട് പുരുഷന്റെ മുഖം, ബാഹു, ഊരു, പാദം. മുഖ ബാഹു ഊരു പാദേഭ്യ, മുഖം, കൈകള്, തുടകൾ, കാലുകൾ, ഇതിൽ നിന്ന് ആശ്രമൈ സഹ, ആശ്രമങ്ങളോടുകൂടിയ, ഗുണൈ, സത്വാദി ഗുണങ്ങളോടുകൂടിയ, വിപ്രാദേയ ചത്വാര വർണ്ണാഹ, ബ്രാഹ്മണർ മുതലായ 4 വർണ്ണങ്ങൾ, പൃഥഗ്ജജ്ഞിരെ, വെവ്വേറെ ജനിച്ചു എന്ന് പറയുകയാണ്. ഭഗവത് ഭക്തിയില്ലാത്ത ആളുകൾ സത്യത്തിൽ ഭഗവാനോട് നന്ദിയില്ലാത്ത ആളുകളാണ്, കൃതജ്ഞന്മാരാണ്. തങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനവും ഹിതാഹിതങ്ങൾ കാട്ടിക്കൊടുത്ത് സർവദാ ഗുരുവുമായിരിക്കുന്ന ഭഗവാനെ ആദരിക്കണില്ല എന്ന് വന്നാൽ ഗുരുദ്രോഹം ചെയ്തവരാണ്. ഇന്ന് നമുക്ക് ആ ഭാഗം തന്നെയാണ് അധ്യാപക ദിനം, നേരത്തെ പറഞ്ഞു. അപ്പോ അതിനുവേണ്ടി വർണ്ണാശ്രമങ്ങളുടെ ഉൽപ്പത്തി ഭഗവാനിൽ നിന്നാണെന്ന് പറയുന്നു. ഭഗവാന്റെ മുഖത്ത് നിന്ന് സത്വഗുണപ്രധാനികളായിട്ടുള്ള ബ്രാഹ്മണർ, കൈകളിൽ നിന്ന് സത്വഗുണവും രജോ ഗുണവും ചേർന്നിട്ടുള്ള ക്ഷത്രിയർ, തുടകളിൽ നിന്ന് രജോ ഗുണത്തോടും തമോ ഗുണത്തോടു കൂടിയ വൈശ്യർ, കാലുകളിൽ നിന്ന് തമോ ഗുണത്തോടു കൂടിയ ശൂദ്രർ. ഭഗവാന്റെ ജഘനത്തിൽ നിന്ന് ഗൃഹസ്ഥാശ്രമം, ഹൃദയത്തിൽ നിന്ന് ബ്രഹ്മചര്യം, മാറിൽ നിന്ന് വാനപ്രസ്ഥം, ശിരസിൽ നിന്ന് സന്യാസം. ഇങ്ങനെയാണ് വർണ്ണാശ്രമങ്ങൾ ഉണ്ടായത് എന്ന് പറയുന്നു. വർണ്ണാശ്രമങ്ങൾ, വർണ്ണം എന്ന് പറയുന്നതും ആശ്രമം എന്ന് പറയുന്നതും ജന്മം കൊണ്ട് കിട്ടുന്നതല്ല എന്ന് പലയിടത്തുമായിട്ട് പറയുന്നുണ്ട്, ഇല്ലേ? അപ്പോ ഈ രീതിയിൽ യേഷാം പുരുഷം സാക്ഷാത് ആത്മപ്രഭവമീശ്വരം ന ഭജന്ത്യവജാനന്തി സ്ഥാനാൽ ഭ്രഷ്ടാ പദന്ത്യഥ. ഇവരുടെ കൂട്ടത്തിൽ വെച്ച് ഏത് ആളുകളാണോ ആത്മപ്രഭവം ഈശ്വരം, തങ്ങളുടെ ഉൽപ്പത്തിക്ക് കാരണമായ ഈശ്വരനെ, സാക്ഷാത് പുരുഷം, സാക്ഷാത് ആ വിരാട് പുരുഷനെ ന ഭജന്തി, ഭജിക്കാത്തത്, അവജാനന്തി, ആദരിക്കാതിരിക്കുന്നത്, സ്ഥാനാൽ ഭ്രഷ്ടാം അധപതന്തി, അവരെ സ്ഥാനത്തിൽ നിന്ന് ഭ്രഷ്ടരായി താഴേക്ക് വീഴും, അധപ്പതനം സംഭവിക്കും അവർക്ക്. തങ്ങളുടെ ജന്മസ്ഥാനമായി നിയന്താവായിരിക്കുന്ന ഭഗവാനെ ഭജിക്കേണ്ടത് എല്ലാവരും ചെയ്യേണ്ടതാണെന്നാണ്. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ബ്രഹ്മചാരിയും ഗൃഹസ്ഥനും വാനപ്രസ്ഥനും സന്യാസിയും സ്ത്രീയും പുരുഷനും ബാലനും വൃദ്ധനും എല്ലാവരും ഭഗവാനെ ഭജിക്കണം. അങ്ങനെ ഭജിക്കാതെ അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ശ്രദ്ധ വയ്ക്കാതിരിക്കുന്ന ആളുകൾ സത്യത്തിൽ അവർ അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് അധപ്പതിക്കും. ഉപകാരസ്മരണ വേണം എന്ന് ചുരുക്കം. ഭഗവാനെ മറന്നും കൊണ്ട് ഇവർക്ക് ജീവിതം ഉണ്ടെങ്കിൽ അവർക്ക് നരകം അനുഭവിക്കേണ്ടി വരും. ദൂരേ ഹരികഥാ കേചിൽ ദൂരേ ചാച്യുത കീർത്തന സ്ത്രീയശൂദ്രാദയശ്ചൈവ തേനുകമ്പ്യാഭവാദൃശാം. കേചിൽ ദൂരേ ഹരികഥ, ചിലർ ഹരികഥ കേൾക്കാത്തവര്, ദൂരേ അച്യുത കീർത്തന, അച്യുതന്റെ കീർത്തനം ചെയ്യാത്തവര്, സ്ത്രീയ, സ്ത്രീകളും, ശൂദ്രാദേഹ, ശൂദ്രം മുതലായവരും ഉണ്ടെങ്കിൽ അവർ ഭവാദൃശാം അനുകമ്പ്യ, ആ അനുകമ്പ, ദയ വിചാരിക്കാൻ യോഗ്യന്മാരാണ് അങ്ങേപ്പോലുള്ള ആളുകൾക്ക്. നോക്കൂ, ഹരികഥാകാലക്ഷേപം ചെയ്യുന്ന ദിക്കിലേക്ക് പോണില്ല, ആ കഥ കേൾക്കണില്ല, സ്വയം കീർത്തിക്കണില്ല, ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. ഇവരിൽ സജ്ജന സംസർഗത്തിനും ഏറ്റവും ശ്രേഷ്ഠമായ ശാസ്ത്രശ്രവണത്തിനും സംഗതി വരാതെ ഇരിക്കുന്ന സ്ത്രീകളും ശൂദ്രരും ഒക്കെ ഉണ്ടെങ്കിൽ അവരെക്കുറിച്ച് നിങ്ങളെപ്പോലുള്ള ആളുകൾ ദയ കാണിക്കണം. അവര് വേണ്ട എന്ന് വിചാരിച്ചിട്ടില്ല, അറിവില്ലാത്തത് കൊണ്ടാണ് ഭജിക്കാത്തത് എന്ന് മനസ്സിലാക്കി അവർക്ക് അറിവുണ്ടാക്കി തീർക്കാൻ ചെയ്യേണ്ടത് ആരുടെ കടമയാണ്? രാജാവിൻ്റെ കടമയാണ്.
വിപ്രോ രാജന്യവൈശ്യൗ ച ഹരേ പ്രാപ്താപദാന്തികം ശ്രൗതേന ജന്മനാഥാപി മുഹ്യന്ത്യാംനായവാദിന. പറയുന്നു ഇവിടെ വിപ്രഹ ബ്രാഹ്മണനും രാജന്യവൈശ്യവും ക്ഷത്രിയനും വൈശ്യനും ശ്രൗതേന വേദവിധിപ്രകാരമുള്ള കർമ്മത്തിന് അർഹമായ ജന്മം കൊണ്ട് ഹരേ പാദാന്തികം പ്രാപ്ത ഹരിയുടെ പാദത്തിന്റെ സമീപത്തെ പ്രാപിച്ചവരാണെങ്കിലും ആമ്നായവാദിനഹ മുഹ്യന്തി വേദവാദികളായി മോഹിക്കണമെന്നാണ്. അല്പജ്ഞാനം കൊണ്ട് അഹങ്കരിക്കുന്നവരെ വേണ്ട പോലെ കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവരെ ഉപേക്ഷിക്കണം എന്നാണ്. അധികാരം കിട്ടി ഭഗവത് ഭജനത്തിൽ വിമുഖരായിരിക്കുന്ന ആളുകൾ നിന്ദ്യന്മാർ തന്നെയാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ ഇവർക്ക് 3 പേർക്കുമാണ് ഉപനയനം, അധ്യയനം, യജനം എന്നിവയ്ക്കൊക്കെ അധികാരമുള്ളത്. അങ്ങനെ ആ അധികാരം ഉള്ളതുകൊണ്ടും അങ്ങനെ ജന്മം ലഭിച്ചതുകൊണ്ടും മഹാവിഷ്ണുവിനെ പൂജിച്ച് സായുജ്യമടയാൻ സാധിക്കും എന്നിരിക്കെ ആ ഭഗവാനെ പൂജിക്കാതെ സ്വർഗസുഖങ്ങളുടെ പിന്നാലെ പോയി കർമ്മം ചെയ്യുകയും അതേപോലെ തന്നെ ഭഗവാനെ മറക്കുകയും ചെയ്യണു. അജ്ഞന്മാരെ ഉയർത്താൻ നിശ്ചയിച്ച വേദവിധികളുടെ ആന്തരികമായ അർത്ഥം മനസ്സിലാക്കാതെ കർമ്മമാർഗമാണ് പ്രധാനം എന്ന് വിചാരിക്കണു. ചാതുർമാസ്യം തുടങ്ങിയ ക്രിയകൾ നടക്കുന്നവർക്ക് വലിയ ഫലം സിദ്ധിക്കും. ആ ഫലശ്രുതി മാത്രം വിചാരിച്ചും കൊണ്ട് യാഗാദി കർമ്മങ്ങൾ മാത്രം നടത്തി ജ്ഞാനസമ്പാദനത്തിൽ ശ്രദ്ധിച്ച് ജന്മം സഫലമാക്കി തീർക്കാതെ അവർ മോഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് വിഡ്ഢിത്തല്ലേ എന്ന് ചോദിക്കുകയാണ് ചമസൻ. കർമ്മണ്യകോവിതാസ്തബ്ധ മൂർഖ പണ്ഡിതമാനിനഃ വദന്തി ചാടുകാൻ മൂഢായയാമാധ്യാഗിരോത്സുക. കർമ്മണി അകോവിതാഹ കർമ്മത്തിൽ സാമർഥ്യമില്ലാത്തവരും, സ്തബ്ധ ഗർവിഷ്ഠന്മാരും, മൂർഖ അറിവില്ലാത്തവരും, അതേപോലെ പണ്ഡിതമാനിനഃ അറിവുള്ളവരെന്ന് നടിക്കുന്നവരുമായ മൂഢന്മാർ. മാധ്യ തേൻ പോലെയുള്ള യയാഗിര ഈ വേദവാക്യത്തിൽ ഉത്സാഹമുള്ളവരായി ചാടുകാൻ വദന്തി പ്രിയവാക്യങ്ങളെ പറയുന്നു എന്ന് ചുരുക്കം. കാമ്യകർമ്മം തന്നെ അവർ ചെയ്യണുള്ളൂ. അവർക്ക് കർമ്മം ചെയ്യാൻ അറിഞ്ഞുകൂടാ. ഏതൊരു കർമ്മം ചെയ്താൽ ബന്ധത്തിന് കാരണമില്ലാതെ വരുമോ ആ കർമ്മം ചെയ്യാൻ അവര് വേണ്ട പോലെ ശ്രദ്ധിക്കണില്ല. അങ്ങനെ ചെയ്യുന്നവരാണ് കർമ്മസമർത്ഥന്മാർ എന്ന് പറഞ്ഞാൽ. എന്നാൽ അറിവുള്ളവരോട് ചോദിക്കുകയോ അത് ചോദിക്കില്ല. കാരണം എന്താ? സ്തബ്ധന്മാര് ഗർവിഷ്ഠന്മാരാണ്, അഹങ്കാരികളാണ്. ഇനി മറ്റുള്ളവരോട് ചോദിച്ചാൽ നമ്മുടെ കേമത്വത്തിന് കുറവാകുമോ എന്ന് വിചാരിക്കും. ഒന്നും അറിയില്ല. അതേപോലെ തന്നെ അറിവില്ല എന്ന് മാത്രമല്ല, അറിവുണ്ട്, അറിഞ്ഞവരാണ് ഞങ്ങൾ എന്ന് നാട്യം കാണിക്കുകയും ചെയ്യും. അങ്ങനെ മധുരവാക്കുകൾ വേദത്തിൽ പലതും ഉണ്ടാവും. കാമ്യകർമ്മങ്ങൾ ചെയ്താൽ എല്ലാം വേണ്ടതയാവും, ലോകത്തിൽ സുഖമായിട്ടിരിക്കാം, സ്വർഗത്തിൽ പോവാം, ഇങ്ങനെയുള്ള വാക്കുകൾ എന്തിനു വേണ്ടിയാണ് പറഞ്ഞത്, ആരെക്കുറിച്ചാണ്, ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്നറിയാതെ, അതിൻ്റെ തത്വാർത്ഥത്തെ മനസ്സിലാക്കാതെ, അതിൻ്റെ ശബ്ദാർത്ഥത്തെ, അക്ഷരാർത്ഥത്തെ മാത്രം കരുതി സന്തോഷിക്കണു. എന്നിട്ട് വിചാരിക്കുക എന്താ, ഇതൊക്കെ ചെയ്താൽ മരിച്ചാൽ സ്വർഗത്തിൽ പോവാം, സ്വർഗത്തിൽ സുഖമായിട്ടിരിക്കാം, അമൃത് കഴിക്കാം, ദേവസ്ത്രീകളുടെ കൂടെ നൃത്തം വയ്ക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിചാരിക്കണു. അങ്ങനെയുള്ള വാക്കുകൾ പറയണു ഇത്തരം ആളുകൾ. പിന്നെയോ രജസ ഘോരസങ്കൽപ കാമുക അഹിമന്യവ ദാംഭികാമാനിന പാപ വിഹസന്തി അച്യുതപ്രിയാൻ. പിന്നെന്താ? രജോ ഗുണം കൊണ്ട് ഘോരസങ്കൽപ ഭയങ്കരമായ സങ്കല്പമുള്ളവരും, കാമുകാഹ വിഷയത്തിൽ ആഗ്രഹമുള്ളവരും, അഹിമന്യവ പാമ്പിനെ പോലെ ദേഷ്യപ്പെടുന്നവരും, ദാംഭിക വഞ്ചിക്കുന്നവരും, മാനിനഹ തങ്ങൾ യോഗ്യരാണെന്ന് നടിക്കുന്നവരും, പാപാഹ പാപകർമ്മങ്ങൾ ചെയ്യുന്നവരും ആയി അച്യുതപ്രിയാൻ വിഹസന്തി അതുകൂടി ചെയ്യുന്നതാണ്. ഭഗവാനെ ഭജിക്കുന്ന ഭഗവത് ഭക്തന്മാരെ പരിഹസിക്കുകയും ചെയ്യും. കർമ്മത്തിൽ ശ്രദ്ധ വർദ്ധിക്കുമ്പോൾ കാമം, ക്രോധം, ലോഭം, ദംഭം തുടങ്ങിയ വിചാര വികാരങ്ങൾ വർദ്ധിക്കും.
അതിന് കാരണം എന്താ? രജോ ഗുണത്തിന്റെ അഭിവൃദ്ധി. അപ്പോഴാണ് ഹിംസാദി കർമ്മങ്ങളിൽ സങ്കല്പം വരുന്നത്. പലതരത്തിലുള്ള വിഷയസുഖങ്ങൾ അനുഭവിക്കണം, ആഗ്രഹം വർദ്ധിക്കണു. ഇനി ഇതിന് എപ്പോഴെങ്കിലും ഒരു തടസ്സം വന്നാലോ ദേഷ്യം വരികയായി. അപ്പോ കാമത്തിന്റെ അന്യരൂപമാണ് ക്രോധം, അല്ലെ? കാമാനുജൻ എന്ന് പറയാറുണ്ട് ക്രോധത്തിന്. അങ്ങനെ എങ്ങനെ ഈ ലോകത്തെ മുഴുവൻ വഞ്ചിച്ചിട്ടായാലും എൻ്റെ കാര്യങ്ങൾ നടക്കണം, എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കണം എന്ന് വിചാരിക്കും. ധർമ്മം ചെയ്യുന്നവരാണ് എന്ന് വേഷം കെട്ടി നടക്കും. എന്നിട്ട് യഥാർത്ഥ ഭക്തന്മാരെ പരിഹസിക്കുകയും ചെയ്യും. ഇതൊക്കെ ഇത്തരക്കാരുടെ സ്വഭാവമാണ് എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളെ സമർപ്പിക്കുന്നത്. 8ാമത്തെ ശ്ലോകം മുതൽ നാളെ നമുക്ക് അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരിയോം. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു
ശ്രീരാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദരരൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി